ആ കാണുന്ന പാറയുടെ മുകളിലേക്കാണ് നമ്മുടെ യാത്ര. നമുക്കിപ്പം ദൃശ്യങ്ങളിൽ ഇവിടുന്ന് തന്നെ കാണാം, ഒരു ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ട്. നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്, സുരേഷ്, ജിഷ്ണു, സോനു. അപ്പോൾ ഇവരും നമ്മുടെ യാത്രയ്ക്ക് ഒപ്പം ഉണ്ടാകും. അങ്ങോട്ട് പോയാലോ? പോവാ. തമ്പുരാൻ പാറയിലേക്കുള്ള പ്രധാന കവാടമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തിയാലാണ് തമ്പുരാൻ പാറയിലെ മനോഹര കാഴ്ചകൾ കാണാൻ കഴിയും. ഇതേപോലെ ഇനി എത്ര സ്റ്റെപ്പ് കയറണം? ഏകദേശം ഒരു 180-200 സ്റ്റെപ്പ് വരും. നമ്മൾ കയറി മേളിലെത്തുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ കാഴ്ച. രണ്ട് സൈഡും കാറ്റും ഇതായിട്ട് നമുക്ക് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. സ്റ്റെപ്പ് ഇതോടുകൂടി തീർന്നോ? ഇനി അങ്ങോട്ട് എത്ര ദൂരമുണ്ട്? ഇതോടുകൂടി സ്റ്റെപ്പ് തീർന്നു. ഇനി ഒരു 1/2 കിലോമീറ്ററിനകത്ത് നമ്മൾ നടന്ന് കയറാറുണ്ട്. ഇനി ഏതായാലും ഈ പാറയിലൂടെയാണ് നമ്മുടെ യാത്ര. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം മുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈ കാണുന്നതാണ് കായാമ്പൂ. നമ്മൾ പണ്ട് യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്, കായമ്പൂ മണക്കുന്നൊരു പാട്ടുണ്ട്. ആ പാടുന്ന ഈ ചെടിയാണ് കായമ്പൂ. ഇല്ല, അവിടെ നമുക്ക് കാട്ടിഞ്ഞ വരെ കാണാം. അതിപ്പോൾ ഈ ഉണക്കായ കൊണ്ട് മൊത്തം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഔഷധ ചെടികളും മറ്റുമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഇവിടെ ഒരു കൗതുകരമായ ഒരു കാഴ്ചയുണ്ട്. അതായത് ഇവിടെ പാറയ്ക്ക് മുകളിൽ ചെറിയ ഒരു കുളം. എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ ഈ കുളത്തിന്? കുളം ഇത് പണ്ട് സീത വന്ന് കുളിച്ച കുളം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു കാലം ഈ വെള്ളം വറ്റത്തില്ല. എത്ര വരൾച്ച വന്നാലും ഇതിൽ വെള്ളം കാണും. അങ്ങനെ നമ്മൾ തമ്പുരാൻ പാറയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, നല്ല കാലാവസ്ഥയാണ്, മനോഹരമായ കാഴ്ചകൾ രണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ. ഇത് തിരുവനന്തപുരം ഭാഗമാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വെഞ്ഞാറമൂട് എല്ലാ ഭാഗവും കാണാം. ആ സൈഡ് പൊന്മുടി. ഇവിടെ ഇങ്ങനെ ആളുകൾ കൂടുതൽ വരാറുണ്ടോ ഇപ്പോൾ ഈ സമയത്തൊക്കെ? നല്ല ആൾ വരുന്നുണ്ട്. ഈ ടൂറിസം മേഖല ആയതുകൊണ്ട് ഞായറാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് ഞായറാഴ്ച ദിവസമാണ് ആൾ വരുന്നത്. രാവിലെ കൊണ്ട് നോക്കിയാൽ നല്ല മഞ്ഞ്, നല്ല അന്തരീക്ഷമാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല ഏത് സമയത്തും നമുക്ക് ഇവിടെ കയറാം. ഇവിടെ കയറി എന്ത് കാറ്റാണ്. പിന്നെ വൈകുന്നേരം വന്ന് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. പക്ഷെ സാമൂഹിക വിരുദ്ധരെ ഭയങ്കര ശല്യമുണ്ട്. ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിന് വേണ്ടി ടൂറിസം വകുപ്പും പഞ്ചായത്തും ഒക്കെ ഇതുപോലെ സുരക്ഷാ വേലിയൊക്കെ തന്നെ കെട്ടിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം സാമൂഹ്യ വിരുദ്ധർ പൊളിച്ച സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളുള്ള കെട്ടിടമൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നോക്കാനൊന്നും ആരുമില്ലേ? ഇവിടെ ആരും വെച്ചിട്ട് പോയി അത് തന്നെ പണിഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ളൂ. ഈ പഞ്ചായത്തിലും ഇവിടെയുള്ള ആൾക്കാർ സെക്യൂരിറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഒന്നും ആയിട്ടില്ല. 2 സെക്യൂരിറ്റിയെങ്കിലും വേണം, ഒന്ന് താഴെയും മേളിലും. അതുകൊണ്ടാണ് ഇവർ മൊത്തം സ്വാമി വിരുദ്ധർ മൊത്തം നശിപ്പിച്ച് കുളമാക്കിയിട്ടേക്കുന്നത്. കാണുന്നതാണ് സ്ഥിതി. എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ചിട്ട്. ഇത് എത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കും? ഇത് തുടങ്ങിയിട്ട് 1 വർഷം അതായത് സ്വിച്ച് ബോർഡൊക്കെ നശിച്ചു. അതോടൊപ്പം തന്നെ സ്ഥിരം നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ കാണുന്ന കണക്കുള്ള കലാപരിപാടികൾ പേരും കുത്തിവരച്ചും ഒക്കെ ഇട്ടേക്കാണ്. ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതുപോലെ സാധ്യതയുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാട്. സജികുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.